നമസ്കാരം. ഈ കഴിഞ്ഞ ഞായറാഴ്ചയാണ് അമേരിക്കയിലെ മുൻ പ്രസിഡന്റും ഇപ്പോൾ പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയുമായ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയുമായ ഡൊണാൾഡ് ട്രംപിന് നേരെ വെടിവെപ്പ് ഉണ്ടാകുന്നത്. അമേരിക്കയിൽ വെടിവെപ്പ് ഒരു സ്വാഭാവികമായ സംഭവമാണ് എങ്കിലും ഒരു മുൻ പ്രസിഡന്റിനെ അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിക്കിടെ അദ്ദേഹം സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സമയത്ത് വെടിവെപ്പ് ഉണ്ടാവുക എന്നത് ലോകത്തെ ഞെട്ടിപ്പിച്ച ഒരു കാര്യമാണ്. എന്തായാലും ട്രംപിന് നേരെ ഉണ്ടായത് കൃത്യമായ ഒരു വധശ്രമമായിരുന്നു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. വധിക്കാൻ തന്നെയായിരുന്നു പദ്ധതി. അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് നേരെയാണ് വെടിയുണ്ടകൾ വന്നത്. തലനാരിഴയ്ക്കാണ് അദ്ദേഹം രക്ഷപ്പെട്ടത്. വെടിയുണ്ടകൾ ചെവിയിലൂടെ സ്പർശിച്ച് പോവുകയായിരുന്നു. പിന്നീട് അദ്ദേഹം ഇന്ന് ആദ്യമായി ആ പരിക്കേറ്റതിന് ശേഷം പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. എന്തായാലും അമേരിക്കൻ മാധ്യമങ്ങളിലടക്കം ട്രംപിന് നൽകേണ്ടുന്ന സുരക്ഷയിൽ വലിയ വീഴ്ചയുണ്ടായോ എന്ന ചർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ ആ വെടിയുണ്ട അല്ലെങ്കിൽ ആ വെടിവെപ്പ് നടന്ന സമയത്ത് അമേരിക്കൻ സീക്രട്ട് സർവീസിനെ വ്യാപകമായി ആളുകൾ അഭിനന്ദിച്ചുവെങ്കിലും ഇന്ത്യയിൽ നിന്നടക്കം പല വിമർശനങ്ങളും ഉണ്ടായിരുന്നു. അതായത് സീക്രട്ട് സർവീസിൻ്റെ ഏജൻറ്റുമാർ VIP-യുടെ ക്ലോസ് പ്രോക്സിമിറ്റിയിൽ ആരും ഉണ്ടായിരുന്നില്ല. പലതവണ വെടിയുതിർത്തിട്ടും ഒരു ഹ്യൂമൻ ഷീൽഡ് ഒരുക്കി ട്രംപിനെ സംരക്ഷിക്കുന്നതിൽ സീക്രട്ട് സർവീസ് ഏജൻറ്റുമാർ പരാജയപ്പെട്ടു. അവർ വളരെയധികം വൈകിയാണ് ഹ്യൂമൻ ഷീൽഡ് ഒരുക്കിയത് എന്ന് മാത്രമല്ല, ഈ ഹ്യൂമൻ ഷീൽഡ് മറികടന്നുകൊണ്ട് തല പുറത്തേക്കിട്ട് ട്രംപ് മുദ്രാവാക്യം വിളിക്കുന്നതും എന്തൊക്കെയോ വിളിച്ചു പറയുന്നതുമൊക്കെ നമ്മൾ കണ്ടതാണ്. ഇത് കൃത്യമായ സുരക്ഷാ വീഴ്ചയാണ്. രണ്ടാമതൊരു, അതായത് ഈ ആക്രമണകാരികൾക്ക് ഒരു പ്ലാൻ ബി ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായും ട്രംപിനെ ആ സമയം വധിക്കാൻ കഴിയുമായിരുന്നു. ആ നിലയ്ക്കായിരുന്നു അവിടുത്തെ സുരക്ഷാ കാര്യങ്ങൾ എന്ന വിമർശനങ്ങൾ ആദ്യ ദിവസം മുതൽ തന്നെ ചർച്ചയായതാണ്. ഇപ്പോൾ അമേരിക്കൻ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ ഉണ്ടായ ആക്രമണത്തിൽ സംഭവിച്ച സുരക്ഷാ വീഴ്ചകളെക്കുറിച്ച് തലനാരിഴകീറി പരിശോധിക്കുകയാണ് അമേരിക്കൻ മാധ്യമങ്ങൾ. അതായത് ട്രംപ് പ്രസംഗിച്ചിരുന്ന ആ വേദിയിൽ നിന്നും വെറും 120 മീറ്റർ മാത്രം അകലെയുള്ള ഒരു കെട്ടിടത്തിൻ്റെ ടെറസിൽ നിന്നാണ് ഈ വെടിയുണ്ട വന്നിരിക്കുന്നത്. 20-കാരനായ തോമസ് ക്രൂക്സ് അവിടെ നിന്നാണ് വെടിയുതിർത്തത്. സത്യത്തിൽ ഡൊണാൾഡ് ട്രംപിനെ പോലെയുള്ള VIP-കളുടെ സുരക്ഷാ ചുമതലയുള്ള അമേരിക്കൻ സീക്രട്ട് സർവീസിൻ്റെ കർശനമായ നിരീക്ഷണത്തിൽ വരേണ്ട ഒരു കെട്ടിടമാണ്. പക്ഷേ ആശ്ചര്യമൊന്ന് പറയട്ടെ, സീക്രട്ട് സർവീസ് ഏജൻറ്റുമാരുടെ സുരക്ഷാ പരിധിക്കും പുറത്തായിരുന്നു ഈ കെട്ടിടം എന്നുള്ളതാണ്. ഈ കെട്ടിടത്തിൻ്റെ സുരക്ഷാ ചുമതല ലോക്കൽ പോലീസിനാണ് ഉണ്ടായിരുന്നത്. ലോക്കൽ പോലീസിലും ഒരു ആൻറ്റി സ്നൈപ്പർ വിഭാഗമുണ്ട്. ആ ആൻറ്റി സ്നൈപ്പർ വിഭാഗമാകട്ടെ നിലയുറപ്പിച്ചിരുന്നത് ഈ കെട്ടിടത്തിൻ്റെ ഉള്ളിലുമാണ്. കെട്ടിടത്തിൻ്റെ ടെറസിൽ ഒരു പോലീസുകാരനെയെങ്കിലും ഡ്യൂട്ടിക്ക് നിയോഗിക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമായിരുന്നു. പക്ഷേ അതുണ്ടായില്ല. ഇതെല്ലാം വലിയ സുരക്ഷാ വീഴ്ചയായിട്ടാണ് ഇപ്പോൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത്. പോലീസും അതുപോലെ തന്നെ സീക്രട്ട് സർവീസ് ഏജൻറ്റുമാരും കൂടി ഈ പറയുന്ന ബിൽഡിങ്ങിന് മുകളിൽ വളരെ കൃത്യമായി ഒരു വെടി എതിർക്കാൻ പാകത്തിലൊരു സ്ഥലം ഈ കൊലയാളിക്ക് അറേഞ്ച് ചെയ്ത് കൊടുത്തോ എന്നുപോലും സംശയിക്കുന്ന രീതിയിലായിരുന്നു ഈ സുരക്ഷാ വീഴ്ച. കൃത്യമായി വെടിവെച്ച് കൊല്ലാൻ പാകത്തിലുള്ള ഈ സ്ഥലത്ത് എന്തുകൊണ്ട് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ കണ്ണു പതിഞ്ഞില്ല? മാത്രമല്ല, ട്രംപ് എത്തുന്നതിന് മുമ്പ് 26 മിനിറ്റിന് മുമ്പ് തന്നെ ഈ കൊലയാളിയായ തോമസ് ക്രൂക്സ് അവിടെ ഇടം പിടിച്ചിരുന്നു. മാത്രമല്ല, ഈ പ്രസംഗത്തിനിടെ തോക്കെടുക്കുകയും തോക്കിൽ ഉണ്ടയിടുകയും പോലുള്ള ഒരുക്കങ്ങൾ നടത്തുകയും പ്രസിഡന്റിനെതിരെ അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപിന് നേരെ ഉന്നം വയ്ക്കുകയും ഒക്കെ ചെയ്തപ്പോഴൊന്നും എന്തുകൊണ്ടാണ് സീക്രട്ട് സർവീസിലെ ഒരു ഏജൻറ്റ് പോലും ഈ തോമസ് ക്രൂക്സ് എന്ന കൊലയാളിയെ ശ്രദ്ധിക്കാതെ പോയത്? ഇതെല്ലാം ദുരൂഹമാണ് എന്നാണ് ഇപ്പോൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത്. അതായത് ഡൊണാൾഡ് ട്രംപിനെ പോലെ ഉള്ള ഒരു VIP ലോകം തന്നെ ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രസംഗിച്ചു നിൽക്കുമ്പോൾ അമേരിക്കൻ സീക്രട്ട് സർവീസ് എന്ന ലോകത്തിലെ തന്നെ പേരുകേട്ട സുരക്ഷാ വിഭാഗം, ആ വിഭാഗത്തിന് പറ്റിയ വലിയ പാളിച്ചകളാണ് ഇപ്പോൾ അമേരിക്കൻ മാധ്യമങ്ങൾ വെണ്ടയ്ക്ക് നിരത്തുന്നത്.